ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ അയ്യോ ഞാൻ അത് കേട്ടായിരുന്നു. ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇല്ലേ, ഒരിക്കലും പറ്റത്തില്ല. ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ്, ആ കൂട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ഫ്രണ്ടിനെയാണ്, അതിന്റെ വൈഫിനെ നഷ്ടപ്പെട്ടത് ഒരു നല്ലൊരു ഭർത്താവിനെയാണ്, അച്ഛനെയാണ്. അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം അച്ഛൻ അമ്മ അവരൊക്കെ സ്നേഹിച്ചു, പെങ്ങന്മാരൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ശ്രീലക്ഷ്മി അറക്കല് പറഞ്ഞ ആ പ്രസ്താവനയോട് ഒരിക്കലും യോജിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ദീപക് മരിച്ച സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തുള്ളവരൊക്കെ മരിച്ചത് നന്നായി എന്നുള്ള രീതിയിൽ. അതിന് കുറേയധികം പേര് ആ ഒരു ശ്രീലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ്, സൈബർ ബുള്ളിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാൻ തോന്നുന്നു, നീ ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ജാസി എടുത്ത ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ചേക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ചോദിക്കുന്ന ആ സമയത്താണ് ഇപ്പം നിങ്ങൾ കേട്ട കണക്ക് ഈ ഒരു ജാസി പറയുന്നത്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കുടുംബത്തിനുണ്ടായ വിഷമം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളതാണ്. ആരും ആ ഒരു ശ്രീലക്ഷ്മി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവർക്കൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.